ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ ഇന്ന് നല്ല നാടൻ ഇന്ത്യൻ സ്റ്റൈലിലുള്ള കടലക്കറിയാണ് വെക്കുന്നത്. അപ്പോൾ കടല രാത്രി വെള്ളത്തിലിട്ട് രാവിലെ കഴുകിയെടുക്കണം. രാവിലെ നല്ലോണം കഴുകിയെടുത്ത് ഒരു കുക്കറെടുത്ത് കഴുകി അതിലേക്ക് നമുക്ക് കടല തട്ടാം. കടല ഇടാം. കടല ഇട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട്, കാരണം കുറച്ച് കടല നമുക്ക് അരക്കാനും വേണ്ടിയാണ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തത്. ഞാൻ 3 കപ്പ് കടല എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കണക്കനുസരിച്ച് എടുക്കുക. ഞാൻ 3 കപ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ അരക്കാനും കൂടിയാണ് കടല കൂടുതലെടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. ഞാൻ 1 കപ്പ് വെള്ളമേ എടുത്തിട്ടുള്ളൂ. 1 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കത് വിസിലടിപ്പിക്കാം. 5 വിസിലാണ് ഇതിന് വേണ്ടത്. അപ്പോൾ 2 സവാള, 3 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, 2 അല്ലി കറിവേപ്പില. അപ്പം നമുക്ക് ചമ്പ് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിടാം. എൻ്റെ കയ്യിൽ പൊടിയില്ല. ഞാൻ പെരിഞ്ജീരകവും കുറച്ച് കടുവും ആദ്യമിട്ട് പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും കറിവേപ്പിലയും കൂട്ടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ സവാള നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിനാണ് നമ്മൾ ഉപ്പിടുന്നത്. കുറച്ചിട്ടാൽ മതി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഒന്ന് കുറച്ച് കൊടുക്കുക. അധികം തീയിലില്ല, കുറച്ച് തീ കുറച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു കയ്യിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാമെന്ന് വെച്ചാൽ ഒരു 2 വിസിൽ അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളി നല്ലപോലെ വെന്ത് കിട്ടും. ഇതൊരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ കടല നല്ലോണം വെന്തിരിക്കുന്നു. നമുക്ക് ആ കടലയിൽ നിന്ന് കുറച്ച് കടല മാറ്റാം. ആ കടല അരയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ കടല മാറ്റുന്നത്. കുറച്ചും കടല മാറ്റിയെടുക്കാം. കാരണം ഈ കടല അരയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറിക്ക് മുറുക്കം കിട്ടാൻ വേണ്ടിയാണ് കടല അരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര കടലയാണ്, ഇത്ര മതി. കുറച്ചുകൂടി വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് തിക്നെസ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കുക. അപ്പോൾ നമുക്കത് അരച്ചിട്ട് വരാം. മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു കടല വീച്ച വെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറെ വെള്ളം എടുക്കുമെങ്കിൽ വേറെ വെള്ളം എടുക്കുക. ഞാൻ ആ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കയ്യിലൊന്ന് സ്ലിപ്പായി. നമുക്കിതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പേസ്റ്റ് രൂപത്തിൽ അത് അരഞ്ഞ് വരും.
അപ്പോൾ നമ്മുടെ ഉള്ളി വെന്തിട്ടുണ്ട്, വിസിൽ വന്നു. ഞാൻ 2 വിസിലാണ് ഇട്ടത്, മറക്കരുത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇറക്കി വെച്ചിട്ട് ഇതിൻ്റെ ആവി പോക്കാന്ന് മീൻസ് അതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുത്ത ശേഷം ഇതാ ഉള്ളി നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിയിലൊന്നും പിടിക്കത്തില്ല, തീ കുറച്ച് വെച്ചാൽ മതി. നല്ല പോലെ നമുക്കൊന്ന് ഇളക്കിയിട്ട് വേണമെങ്കിൽ ഈ പച്ചമുളകും ഇഞ്ചിയും നമുക്ക് വിസിൽ അടുപ്പിക്കാവുന്നതാണ്. ഞാൻ അടുപ്പിച്ചില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അടുപ്പിക്കാം. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുക്കാം. ഇഞ്ചിയും ആ ഒരു പച്ചമുളകിൻ്റെയും ഒക്കെ ഒരു സ്മെല്ല് കിട്ടുന്നവരെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലി 2, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് ബിരിയാണിപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ബിരിയാണിപ്പൊടി 1 നുള്ള്, ഗരം മസാല 1 നുള്ള് ചേർത്ത് നന്നായി പച്ചപ്പ് മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ കേട്ടോ, നല്ല എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. നമുക്കതിലേക്ക് കടല തട്ടാം, അല്ല കടല ഇട്ട് കൊടുക്കാം. എൻ്റേത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ കടല എങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക, ജോയിൻ ചെയ്ത് കൊടുക്കുക. എല്ലാം കൂട്ടി ഒന്ന് മിക്സ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടല അതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. കടല ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കടല ഇട്ട് ആ പാത്രത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചുറ്റിച്ചിട്ട് അതിൻ്റെ ചുറ്റിച്ചെടുത്ത് നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഇനി അതൊന്ന് കുറുകാൻ പറ്റും. കുറച്ച് മീൻ ചക്കര ഇടാവുന്നവർക്കിടാം. ഞാൻ കുറച്ച് മീൻ ചക്കര ഇട്ടിട്ടുണ്ട്. കാരണം ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് മീൻ ചക്കര ഇടുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പതക്കട്ടെ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നിട്ടുണ്ട്. നല്ല ചോറിൻ്റെ കൂടെ നല്ല പുട്ടിൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ. കടലക്കറിയും പുട്ടും എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കലും. ഞാൻ ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല ചൂട് ചോറ് റെഡി ആയിട്ടുണ്ട്. അതിൽ നമുക്ക് ചോറിട്ടിട്ട് കുറച്ച് കടലക്കറിയൊക്കെ വെച്ച് കുറച്ച് പപ്പടമൊക്കെ വെച്ചിട്ട് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ചോറിട്ടിരിക്കുന്നു. അതിലേക്ക് നല്ല കുറുകിയ കടലക്കറി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 പപ്പടം, ഞാൻ 2 പപ്പടം വയ്ക്കും എല്ലാ ചോറ്റിനും. അപ്പം നമ്മൾ 2 പപ്പടം വെച്ചെടുക്കുന്നുണ്ട്. പപ്പടം ഇഷ്ടമില്ലാത്തവർക്ക് പപ്പടം വെക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയുക, തെറി പറയരുത്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഒരു കടലക്കറി വ്ളോഗ്. അപ്പോൾ എല്ലാവരും കമൻറ്റും ലൈക്കും ചെയ്യുക, കമൻ്റ് ഇടുക, ഷുവറായിട്ടും കമൻ്റ് ഇടുക. എന്തായാലും കുഴപ്പമില്ല, തെറി മാത്രം ഇടരുത്.